ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിൻഡോസ് PC മാനേജർ എന്ന് പറയുന്ന ഒരു ടൂളെ കുറിച്ചാണ്. ഇത് നമ്മുടെ വിൻഡോസ് PCയുടെ പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇത് ആദ്യമായി 2022 ചൈനയിലാണ് റിലീസ് ചെയ്തത്. അതിനുശേഷം 2023 ഗ്ലോബലി ഇത് റിലീസ് ചെയ്തു. നമുക്കിനി സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. ആദ്യം നേരെ ഗൂഗിളിൽ പോവുക, PC മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നേരെ അതിൻ്റെ ഹോം പേജിലേക്ക് പോകുന്നതാണ്. ഹോം പേജിൽ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബൂസ്റ്റ് യുവർ PC, മാനേജ് യുവർ സ്റ്റോറേജ്, പോപ്പപ്പ് മാനേജ്മെൻറ്റ്, ഹെൽത്ത് ചെക്ക് ആൻഡ് മിനി ടൂൾസ് ആൻഡ് ടൂൾ ബോക്സ്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ അത് മൈക്രോസോഫ്റ്റ് സ്റ്റോറിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഡൗൺലോഡ് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബൂസ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഈ ബൂസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പററി ഫയൽസ് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ചെയ്തിട്ട് മെമ്മറി യൂസേജ് റെഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് തന്നെയല്ല, ബാക്കിയുള്ള ഈ 4 ഓപ്ഷൻസ് ഈ പ്രൊട്ടക്ഷൻ്റെയും സ്റ്റോറേജിൻ്റെ അകത്ത് വരുന്ന ഓപ്ഷൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഹെൽത്ത് ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഫയൽസ് എല്ലാം സ്കാൻ ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുള്ള ഫയൽസ് ഉണ്ടെങ്കിൽ അത് പോപ്പപ്പ് ചെയ്യുന്നതാണ്. സിസ്റ്റം പ്രൊട്ടക്ഷൻ ഞാൻ എനേബിൾ ചെയ്തിട്ടില്ല. അത് നമ്മുടെ റീസ്റ്റോർ പോയിന്റ് ആയിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. ഡീപ്പ് ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പററി ഫയൽസ്, അതുപോലെ തന്നെ സിസ്റ്റം അപ്ഡേറ്റ്സിൻ്റെ ഫയൽസ്, പിന്നെ ആപ്ലിക്കേഷൻസിൻ്റെ ക്യാഷ് ഫയൽസ്, അങ്ങനെയുള്ള ഫയൽസ്, അൺവാണ്ടഡ് ഫയൽസ് എല്ലാം നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിലൂടെ ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ സിസ്റ്റം പ്രൊട്ടക്ഷൻ്റെ അതുള്ളത് വൈറസ് ആൻഡ് ത്രെഡ് പ്രൊട്ടക്ഷൻ. അത് നമ്മുടെ ആൻറ്റിവൈറസ് ഏതാണോ, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ ഡിഫോൾട്ട് ആൻറ്റിവൈറസ്. പിന്നെ വിൻഡോസ് അപ്ഡേറ്റ്, എന്തെങ്കിലും അപ്ഡേറ്റ്സ് അവൈലബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ഡിഫോൾട്ട് ബ്രൗസർ സെറ്റിങ്സ്, നമുക്ക് ഏതെങ്കിലും ബ്രൗസർ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. പിന്നെ ടാസ്ക് ബാർ റിപ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് ബാർ ഓപ്ഷൻസ് എന്തെങ്കിലുമൊക്കെ റീസെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് റീസെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നെറ്റ്വർക്ക് ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് പോർട്ടിൻ്റെ സ്പീഡും കാര്യങ്ങളും, അതുപോലെ തന്നെ നെറ്റ്വർക്ക് എല്ലാം പ്രോപ്പറാണോ എന്നൊക്കെ നെറ്റ്വർക്ക് ചെക്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. സ്റ്റോറേജ് മാനേജ്മെൻറ്റിൽ ഡീപ്പ് ക്ലീൻ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. പിന്നെ ഡൗൺലോഡ് ഫയൽസ് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ഫോൾഡറിലോട്ട് പോയിട്ട് ഫയൽസ് എല്ലാം കാണിച്ചു തരും. പിന്നെ ലാർജ് ഫയൽസ് സ്കാൻ ചെയ്തിട്ട് ലാർജ് ടു സ്മോൾ ഫയൽസ് അത് ലിസ്റ്റ് ചെയ്യും. നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റഡ് ഫയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് സ്കാൻ ചെയ്യാം. പിന്നെ സ്റ്റോറേജ് സെൻസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടെമ്പററി ഫയൽസ് എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. പിന്നെ ആപ്സിൻ്റെ അകത്ത് പ്രോസസ് മാനേജ്മെൻറ്റ്, നമ്മൾ കറൻ്റ്ലി റൺ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം വ്യൂ ചെയ്യാൻ നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം. പിന്നെ ഡീപ്പ് അൺഇൻസ്റ്റാൾ, ചില ആപ്ലിക്കേഷൻ നമുക്ക് കൺട്രോൾ പാനലിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യും. നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാം. അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രജിസ്ട്രിയിൽ നിന്നും അതിൻ്റെ രജിസ്ട്രി എൻട്രികളെല്ലാം റിമൂവ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൻ്റെ ഷോർട്ട് കട്ടാണ്. പിന്നെ ടൂൾ ബോക്സ്, അതിൽ കുറച്ച് ആപ്ലിക്കേഷനുകളുടെ ഷോർട്ട് കട്ട്സുകളാണുള്ളത്. ഈ ടൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.